വാഷിംഗ്ടണിൽ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരം മേയർ വി രാജേഷ്. തിരുവനന്തപുരം നഗരവും അമേരിക്കൻ നഗരങ്ങളുമായുള്ള സഹകരണത്തിന് എംബസിയുടെ പിന്തുണ ഉറപ്പാക്കി. IT, സാംസ്കാരികം, വിദ്യാഭ്യാസം, നഗരഭരണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉറപ്പിച്ചു മേയർ. തിരുവനന്തപുരം കോർപ്പറേഷൻ അവതരിപ്പിച്ച വികസന കാഴ്ചപ്പാടിനും അമേരിക്കൻ നഗരങ്ങളുമായുള്ള സഹകരണ നിർദ്ദേശങ്ങൾക്കും ഇന്ത്യൻ എംബസി പിന്തുണ നൽകും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരാണ്. പ്രശാന്ത്, വെറുതെ അമേരിക്കയ്ക്ക് പോയതല്ല, ഏതെങ്കിലും ഒരു കസേര പിടിച്ചിട്ട് അവിടെ ഇരുന്ന് ചിരിക്കാനുമല്ല പോയത്, കാണേണ്ടവരെ കാണാനും ഉറപ്പിക്കേണ്ട പിന്തുണ നേടിയെടുക്കാനുമാണ്, അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും അങ്ങനെ തിരുവനന്തപുരം മേയർ വി രാജേഷിൻ്റെ അമേരിക്കൻ സന്ദർശനം വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ നിലവിൽ അമേരിക്കൻ നഗരങ്ങളും തിരുവനന്തപുരം നഗരവുമായിട്ടുള്ള സഹകരണം, ആ സഹകരണത്തിന് പൂർണ്ണമായൊരു പിന്തുണ എംബസിയുടെ ഭാഗത്തുനിന്നും അമേരിക്കൻ എംബസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശുഭകരമായ വാർത്ത, സന്തോഷിപ്പിക്കുന്ന വാർത്ത. നമുക്കറിയാം, മുൻകാലങ്ങളിലുള്ള വിദേശ യാത്രകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ പുതിയ മേയറുടെ അമേരിക്ക സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടുത്തെ എംബസിയുമായി ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ ഉണ്ടാകുകയും ചെയ്തു. തിരുവനന്തപുരം നഗരവും അമേരിക്കയിലെ വിവിധ നഗരങ്ങളും തമ്മിലുള്ള IT, സ്മാർട്ട് സിറ്റി, സാംസ്കാരിക കൈമാറ്റം, വിദ്യാഭ്യാസം, സഹകരണം തുടങ്ങിയ മേഖലകളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമെന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വികസനങ്ങളടക്കമുള്ള കാര്യങ്ങൾ, അതിനെല്ലാം ഉള്ളൊരു ശുഭകരമായിട്ടുള്ള തീരുമാനങ്ങളും അവിടുന്ന് എംബസിയുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തനതായ കലാപാരമ്പര്യങ്ങളെ അമേരിക്കയിൽ കൂടുതൽ വ്യാപകമായി അവതരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അതും ചർച്ചയായി. അതായത് കളരിപ്പയറ്റ്, കഥകളി തുടങ്ങിയ കലാരൂപങ്ങൾ, അതിൻ്റെയൊക്കെ സമഗ്രമായൊരു പാക്കേജ് അത് അവതരിപ്പിക്കുന്നതിന് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമായി. അങ്ങനെ വിവിധ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ വിഭാവനം ചെയ്യുന്ന അന്തർദേശീയ സഹകരണ പദ്ധതികളും മേയർ വി രാജേഷ് അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ നഗരം നേരത്തെ തന്നെ അമേരിക്കൻ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ആദ്യം എത്തിയ സമയത്ത് തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട സഹകരണങ്ങൾ, ഹൂസ്റ്റണുമായി ബന്ധപ്പെട്ട ആ സഹകരണം, അതിനെല്ലാം ഒരു തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള നഗരങ്ങളും അമേരിക്കയിലെ നഗരങ്ങളും തിരുവനന്തപുരവും തമ്മിലുള്ളൊരു സാംസ്കാരിക, അതോടൊപ്പം തന്നെ IT പരമായിട്ടുള്ളൊക്കെ ഒരു കൂട്ടായ്മകൾ, ആ കൂട്ടായ്മകളിലൂടെയൊക്കെ നഗരവികസനം ഉറപ്പാക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടങ്ങി വയ്ക്കുന്നത്. അതിൻ്റെ ആരംഭഘട്ടങ്ങൾ, പ്രാഥമിക ഘട്ടങ്ങളൊക്കെ നടന്നിരിക്കുന്നു. അതിനൊക്കെ പോസിറ്റീവായിട്ടൊരു സമീപനം അവിടെ നിന്നും ലഭിക്കുന്നു എന്നതും ഏറ്റവും ശുഭകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് മാറ്റുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. വിവിധ ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് വിദഗ്ധരുണ്ട്. അമേരിക്കയിലെ തന്നെ ഈ നഗരാസൂത്രണ കാര്യങ്ങളിലൊക്കെയുള്ള വൈദഗ്ധ്യം പുലർത്തിയ നിരവധി പേരുണ്ട്. അവരുമായിട്ടെല്ലാം മേയർ വി രാജേഷ് ചർച്ച നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ അവിടുത്തെ എംബസിയുമായി ബന്ധപ്പെട്ടും ഈ തിരുവനന്തപുരം നഗരവും അമേരിക്കയിലെ വിവിധ നഗരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സഹകരണം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ശുഭകരമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കണം, നമുക്ക് മുൻ കാലങ്ങളിൽ നഗരസഭാ ഭരണം നടത്തിയ മേയർമാർ വിദേശ യാത്ര നടത്തിയിരുന്നു, മുഖ്യമന്ത്രി അടക്കമുള്ള യാത്ര നടത്തുന്നു. പല ഘട്ടത്തിലും കൃഷ്ണരാജ് പറഞ്ഞതുപോലെ കസേരയിട്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റ് ട്രോളുകളിലൊക്കെ നിറയുന്നത് പോലെയുള്ള സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക എന്നത് അപ്പുറത്ത് യാതൊന്നും ഒരു വികസനവും നടന്നിട്ടില്ല. ഇത് അങ്ങനെയല്ല. കൃത്യമായ പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്, വ്യക്തതയുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, നഗരത്തിന് എന്തൊക്കെ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിലെല്ലാം കൃത്യമായൊരു വ്യക്തത മേയർക്കുണ്ട്, നഗരസഭാ ഭരണം നടത്തുന്നവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രയിൽ ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാര്യങ്ങളും അതെല്ലാം സാധിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് ഉണ്ടായി വന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും തിരുവനന്തപുരം നഗരം മാറുന്നു. പുതിയ ഭരണസമിതി വന്നതോടുകൂടി തന്നെ നഗരസഭയ്ക്ക് തന്നെ പുതിയൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാകുമെന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ നഗരം മാറുകയാണ്. തിരുവനന്തപുരം ഒരു അന്താരാഷ്ട്ര തലത്തിൽ, അമേരിക്കയിലെ നഗരങ്ങൾക്ക് സമാനമായ തരത്തിൽ അന്താരാഷ്ട്ര തലത്തിലൊരു IT സംവിധാനത്തോടൊക്കെ കൂടിയ കിടപിടിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു നഗരമായിട്ട് മാറുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ മേയറുടെ സന്ദർശനത്തിൽ നിന്നും ഉണ്ടായി വരുന്നത്. കൃഷ്ണരാജ്, ശരി. ഏതായാലും വളരെ പോസിറ്റീവായ ഒരു റെസ്പോൺസ് മേയറുടെ സന്ദർശനത്തിന് പിന്നാലെ ഉണ്ടാകുന്നു. നഗരവികസനം അത് വളരെ എളുപ്പം സാധിക്കുന്ന ഒന്നല്ല, പക്ഷേ ക്രിയാത്മകമായ നഗരവികസന പദ്ധതി ഉണ്ടെങ്കിൽ അത് സാധ്യമാവുകയും ചെയ്യും. അങ്ങനെ
അമേരിക്കൻ നഗരങ്ങളുമായുള്ള ഒരു ധാരണ, അതിന് അവിടുത്തെ ഇന്ത്യൻ എംബസിയുടെ പിന്തുണ അത് ഉറപ്പാക്കുകയാണ് മേയർ വി വി രാജേഷ്. നല്ല കാര്യം.